നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സിംഗിൾസിന്റെ റീഡിംഗ് ആണ്. ഓക്കെ, ഇതൊരു ലവ് റീഡിംഗ് ആണ്. സിംഗിൾസിന്റെ നെക്സ്റ്റ് റിലേഷൻഷിപ്പ്. ഓക്കെ, നിങ്ങൾ സിംഗിൾ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും, അത് എപ്പോൾ ആയിരിക്കും, അങ്ങനത്തെ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിരിക്കും. ഓക്കെ, കാർഡ്സ് എല്ലാം ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുവാണ്. നമുക്ക് ഓരോ കാർഡ്സായി നോക്കാം. പിന്നെ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. ഓക്കെ, 10 of swords, wheel of fortune ആൻഡ് നൈറ്റ് ഓഫ് കപ്സ്. ഓക്കെ, സോ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് അടുത്ത ഒരു റിലേഷൻ വരാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങോട്ടൊരു വ്യക്തി വരും. ഓക്കെ, അത് ഇപ്പം നിങ്ങൾ കേളായാലും പോയാലും ഓക്കെ, രണ്ടുപേർക്കും ഒരേപോലെ റെസൊനേറ്റ് ചെയ്യുമായിരിക്കും. സോ ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു സക്സസ്ഫുൾ പേഴ്സൺ ആയിരിക്കും. ഓക്കെ, ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ കരിയറിലോ അല്ലെങ്കിൽ അവരുടെ ആർട്ടിസ്റ്റിക് ഒരു നല്ല സിംഗറോ അങ്ങനെ എന്തായാലും ഒരു ലൈഫിൽ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും. ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകും. നല്ല കോൺഫിഡൻറ്റ് ആൻഡ് ബോൾഡ് വ്യക്തിയായിരിക്കും. ഓക്കെ, അവർ ആയിരിക്കും നിങ്ങളെ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തില്ലെങ്കിലും ഇങ്ങോട്ടൊരു ഇൻട്രസ്റ്റ് കാണിക്കുമായിരിക്കും. ഓക്കെ, പക്ഷെ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ നല്ലൊരു കൺഫ്യൂഷനാണ്. ബിക്കോസ് നിങ്ങൾ മേ ബി നേരത്തെ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്നതായിരിക്കും. സോ ഈ ഒരു വ്യക്തി വരുമ്പം നിങ്ങൾക്ക് ഒരു എന്ത് ചെയ്യണം, റിലേഷനിലാവണോ? ബിക്കോസ് നേരത്തെ ബ്രേക്കപ്പ് തന്നെ നിങ്ങളെ ഒരു വല്ലാതെ തളർത്തിയിരുന്നു. അതുകൊണ്ട് ഇനി ഒരു റിലേഷനിലാവണോ അതിനൊക്കെ നിങ്ങൾ ഭയങ്കര എന്താ പറയുക, ഒരു ക്രോസ് റോഡിൽ നിൽക്കുന്ന പോലെ എവിടെ എങ്ങോട്ട് പോകണം എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ, ഒരു ബിഗ് ഡിസിഷൻ എടുക്കേണ്ടി വരും. ഓക്കെ, ഈ വ്യക്തി വന്നിട്ട് ലൈഫിൽ ബിഗ് ഡിസിഷൻ എടുക്കേണ്ടി വരും. അത് മാത്രമല്ല, നിങ്ങൾ കുറച്ച് പേരോട് അഡ്വൈസ് ചോദിക്കും, എന്ത് ഞാൻ ചെയ്യണം. പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ആൾക്കാർ നിങ്ങളെ പിന്നെയും കൺഫ്യൂസ്ഡ് ആക്കത്തേ ഉള്ളൂ. ഓക്കെ, സോ ഇത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ വേറെ ആൾക്കാരോട് ചോദിച്ച് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നെ ഇതിന് എന്തൊരു ഡിസിഷൻ എടുക്കണം, ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണോ. പക്ഷെ ഇപ്പം വരുന്ന വ്യക്തി അയാൾക്ക് സോളിഡ് ആയിട്ട് അയാൾക്ക് ഒരു കുഴപ്പമില്ല. ലൈക്ക് എന്താ പറയുക, വേറൊരു പാസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഉണ്ടായാലും അവര് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, അവർക്ക് നിങ്ങൾ ഈ പ്രശ്നം പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പം അവരുമായിട്ടും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കാം. പക്ഷെ അവർക്ക് ഇതൊക്കെ ഒരു സില്ലി മാറ്റർ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ചുമ്മാ ചിന്തിച്ചു കൂട്ടുന്നു അങ്ങനെയൊക്കെ അവർക്ക് തോന്നത്തുള്ളൂ. ഓക്കെ, ഇതിനൊരു സോഡിയാക് സൈനായ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ ആകാം. ഓക്കെ, നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ എക്സുമായിട്ട് ഇവൻ ദോ അത് ബ്രേക്കപ്പ് ആയെങ്കിലും നിങ്ങൾ ഇമോഷണലി ഭയങ്കര ഒരു കണക്റ്റഡ് ആയിരുന്നു. ഓക്കെ, കണക്ട് ആയിരുന്നു എന്ന് മാത്രമല്ല, ഇപ്പോഴും ഒരു വിഷമം മനസ്സിലോ ഭയങ്കര ഡീപ്പായിട്ട് നിങ്ങൾക്ക് കിടക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങളുടെ ഹാർട്ട്, ഓക്കെ, നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട് പുതിയ വ്യക്തിയെ നിങ്ങൾക്ക് അവരെ ഭയങ്കര ഇഷ്ടപ്പെടും. ഓക്കെ, പുതിയതായിട്ട് ഒരു ലൈഫിൽ വന്ന ആ വ്യക്തിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട്, അല്ലെ ആഗ്രഹിക്കുന്നുണ്ട് അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് ആകാൻ. പക്ഷെ നിങ്ങളുടെ ബ്രെയിൻ വെച്ച് ചിന്തിക്കുന്നത് ഇത് ലോജിക് ആകും, ഇത് നടക്കും, അത് പഴയ റിലേഷൻ പോലെ ആകും. അങ്ങനെ നിങ്ങളുടെ ബ്രെയിൻ എന്താണ് പറയുന്നത് അതാണ് നിങ്ങൾ നോക്കുന്നത്. അല്ല നിങ്ങളുടെ ഹാർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് എത്ര പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഓക്കെ, ദ സൺ റിവേഴ്സ്ഡ്. എനിക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ ഈ വ്യക്തി ലൈഫിലോട്ട് വരുമ്പോൾ നിങ്ങൾ ഇത് അറിയുമ്പോൾ തൊട്ട് നിങ്ങൾ അവരുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. ഓക്കെ, മേ ബി ഒരു കൊളീഗ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലാസ്മേറ്റ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ അത് അറിയുമ്പോൾ തൊട്ട് അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാവണം എന്ന് അവർ പറയുമ്പോൾ തൊട്ട് അല്ലെങ്കിൽ നിങ്ങൾ അറിയുമ്പോൾ തൊട്ട് നിങ്ങൾ അവരുടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. പക്ഷെ എനിക്കിത് കാണുന്നത് വെച്ചാൽ നിങ്ങളത് ഇഷ്ടമില്ലായ്മ കൊണ്ടല്ല, പക്ഷെ നിങ്ങൾക്കൊരു പേടിയാണ്. നിങ്ങളുടെ പാസ്റ്റ് എക്സ് നിങ്ങളെ അത് നിങ്ങളെന്തോ ഒരു ഫ്രോസൺ സ്റ്റേജ് അല്ലായിരിക്കും. നിങ്ങളിപ്പോൾ ഒരു ഐസ് പോലെ ആയിരിക്കും. നിങ്ങളുടെ മനസ്സ് വേറൊരാളെ പ്രേമിക്കാനോ സ്നേഹിക്കാനോ ഒന്നും നിങ്ങളുടെ ഒരു മനസ്സുകൊണ്ട് നിങ്ങൾക്ക് അത്രയും നിങ്ങൾ അനുഭവിച്ചു വരുന്നു മറ്റൊരു എക്സ് കാരണം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സ്റ്റേറ്റിൽ കാണുന്നത് നിങ്ങളെ. ഓക്കെ, പിന്നെ ഈ പുതിയൊരു വ്യക്തി എനിക്കൊരു സാജിറ്റേറിയസ്, സോഡിയാക് സൈൻ സാജിറ്റേറിയസ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ ആ വ്യക്തി സാജിറ്റേറിയസ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ സാജിറ്റേറിയസ് ആവാം. ഓക്കെ, എനിവേസ് ഇവർ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നാൽ നിങ്ങൾക്ക് ഭയങ്കര നല്ലതായിട്ട് പോകും. ബിക്കോസ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ മേ ബി ഒന്നോ രണ്ടോ റിലേഷൻഷിപ്പിലായിട്ടുള്ള വ്യക്തി ആയിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് പാസ്റ്റ് റിലേഷൻഷിപ്സ് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഡ്രീംസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് അച്ചീവ് ചെയ്യണം അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയായിട്ട് ഒരു വ്യക്തികളെ നിങ്ങൾക്ക് ലൈഫിൽ കിട്ടിയിട്ടില്ല. പക്ഷെ ഇനി വരാൻ പോകുന്ന ആ വ്യക്തി, ഓക്കെ, ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ലൈഫിൽ അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പ് എങ്ങനെ എല്ലാ തരത്തിലും ബാലൻസ് ചെയ്ത് പോകണം എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിലായാലും ബോയും ഗേളും, ഓക്കെ, രണ്ട് വ്യക്തികളും നല്ല എല്ലാ കാര്യത്തിലും ബാലൻസ് ആയിട്ട് പോകുക. അല്ല ഒരാളെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക, മറ്റൊരാൾ പറയുന്നതെല്ലാം കേൾക്കണം എന്നൊന്നും അല്ല. അവർക്ക് ബാലൻസ് ആണ് വേണ്ടത്. ഓക്കെ, അവർ നിങ്ങളുടെ ലൈഫിൽ വന്നാൽ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പഠിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ വന്നാൽ നമുക്ക് എന്തും അച്ചീവ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പുറകിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എന്തും അച്ചീവ് ചെയ്യാം. അങ്ങനെ ഒരു പേഴ്സൺ ആണ്, ഭയങ്കര ഒരു
പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണിത്. ഓക്കെ, ദ ഹൈ പ്രീസസ് റിവേഴ്സ്ഡ്. വീണ്ടും എനിക്കത് ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ നിങ്ങളുടെ എന്താ ഒരു യൂണിവേഴ്സിന്റെ ഫ്ലോ അനുസരിച്ച്, ഓക്കെ, എന്താണ് നമ്മുടെ ഫേറ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്താ തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് ഫ്ലോ ചെയ്യൂ. എന്താണ് അവരുടെ ഒരു മോട്ടോ ലൈഫിൽ നിങ്ങൾക്കും അവരത് പകർന്നു തരും. എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും ഓരോ കാര്യത്തിൽ ടെൻഷൻ അടിച്ച് ലൈഫ് എന്തെങ്കിലും പോകുന്നു അങ്ങനെ പോകുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ അവർക്ക് അങ്ങനെയല്ല. ഒരു നെഗറ്റീവ് ലൈഫിൽ വന്നാലും അത് യൂണിവേഴ്സ് അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടാണ്, അങ്ങനെ അതുകൊണ്ടാണ്, അങ്ങനെ ഒരു ഫ്ലോ, അങ്ങനെ യൂണിവേഴ്സ് എന്ത് പ്ലാൻ ചെയ്യുന്നു, ഏഞ്ചൽസ് എന്ത് ഗൈഡ് ചെയ്യുന്നു അതിനനുസരിച്ച് ഫ്ലോ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിലായാൽ അവർക്ക് അവരുടെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കുറേ ക്യാരക്ടറും ആറ്റിറ്റ്യൂഡും എല്ലാം നിങ്ങൾക്കും പകർന്നു തരും. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങൾ തമ്മിൽ ഉണ്ടാവുക. ഓക്കെ, പിന്നെ സോഡിയക് സൈൻ ടോറസ്, വിർഗോ, സാജിറ്റേറിയസ്, കാപ്രിക്കോൺ ആൻഡ് ഏരീസ്. ഈ ഇതിലേതെങ്കിലും ഒരു സൈനിൽ പെട്ട ഒരു വ്യക്തിയായിരിക്കും. നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതാണ് മെയിൻ ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ആയാലും. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾ പാസ്റ്റിൽ നേരത്തെ നിങ്ങൾക്ക് റിലേഷൻ ആയിരുന്ന സമയത്ത് നിങ്ങൾ പല കാര്യങ്ങളും പല ഇമോഷൻസ്, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അവർ ചെയ്യുന്നതിന് വിഷമമായിട്ടുണ്ടെങ്കിലും നിങ്ങളത് കുറേയൊക്കെ നിങ്ങൾ അത് എന്താ പറയാതെ അത് മനസ്സിനുള്ളിൽ വെച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആണ്. ബിക്കോസ് അവരങ്ങനെ ഒരു നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളുടെ എക്സ് അങ്ങനെ അതിന് സമ്മതിക്കത്തില്ലായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് അവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം വിഷമമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അവർക്കത് കേൾക്കാനും താല്പര്യമില്ല. അവരല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാനൊന്നും അതിന് അവർക്കൊരു താല്പര്യമില്ല. പക്ഷേ ഈ ഒരു വ്യക്തി അങ്ങനെയല്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ദേഷ്യം തോന്നിയെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കാനും അല്ലെങ്കിൽ വിഷമമാണെങ്കിൽ എന്തും അവരോട് നിങ്ങളുടെ ഇമോഷൻസ് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ അവർ അനുവദിക്കും. ഓക്കെ, ഓക്കെ, 8 ഓഫ് wands reversed. സോ ഇപ്പം ഇതിലെനിക്ക് കാണുന്നത് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി വരും. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പർ ആയിരിക്കാം, എന്തായാലും ആ വ്യക്തി പറയും നിങ്ങൾ ഈ പുതിയ റിലേഷൻഷിപ്പായിട്ട് കണക്ഷൻ പോകണ്ട അല്ലെങ്കിൽ അവരായിട്ട് ഒരു റിലേഷൻഷിപ്പ് ആവണ്ട, അവരുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യാനൊക്കെ പറയും. പക്ഷെ എനിക്കിത് കാണുന്നത് അതൊരു റോങ് അഡ്വൈസ് ആയിരിക്കും. ഓക്കെ, ഒന്നുകിൽ അവർ നിങ്ങളുടെ നല്ലത് നോക്കി പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ജലസ് ആയിരിക്കും. ബിക്കോസ് നിങ്ങൾക്ക് പുതിയൊരു റിലേഷൻഷിപ്പ് വരാൻ പോകുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഭയങ്കര സക്സസ്ഫുൾ ആണ്, എല്ലാവർക്കും ഇഷ്ടം. കുറച്ച് ഇപ്പോൾ കോളേജിലാണെങ്കിൽ കോളേജിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും, എല്ലാം ബാച്ചിലും എല്ലാം ഇയേഴ്സിലും അറിയുന്ന ഒരു വ്യക്തിയായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു അഡ്വൈസ് തരാൻ പോകുന്ന ഒരു വ്യക്തി ഫ്രണ്ട് ആയിരിക്കാം. അപ്പോൾ ആ വ്യക്തിക്ക് ചിലപ്പം ജലസ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ആ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ ആ ഒരു പേഴ്സണായിട്ടായാലും അവർക്കൊരു ജലസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നല്ലതിന് വേണ്ടി പറയുന്നതായിരിക്കും. പക്ഷെ എന്തോ ആയാലും അത് അവർ പറയുന്നത് കേൾക്കണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അവര് ഈ ഒരു എനർജി ഇപ്പൊ പുതിയൊരാളുടെ എനർജി ബ്ലോക്ക് ചെയ്യിപ്പിക്കുവാണ്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് വന്നത് എന്താണ് അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിൽ തോന്നുവാണ് ഓക്കെ ഇത് ശരിയായിരിക്കാം, നമുക്ക് ഇത് റിലേഷൻഷിപ്പിലാവുക. പക്ഷെ ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലോക്ക് വന്നുകൊണ്ടിരിക്കും, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, സോ ആ ഒരു കാര്യം കൺഫ്യൂസ്ഡ് ആവാതെ നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നു, നിങ്ങൾ മനസ്സെന്ത് ആഗ്രഹിക്കുന്നു അതിനനുസരിച്ച് പോവുക. നിങ്ങളുടെ ഈ പാസ്റ്റ് റിലേഷൻഷിപ്സ് ഒക്കെ അത് കാരണം നിങ്ങൾക്ക് എന്താണ് ഏത് വ്യക്തികളാണ് നല്ലത് അല്ലെങ്കിൽ ഏത് വ്യക്തികളായിരിക്കും ചീറ്റിങ് ഫേക്ക് ആയിട്ടുള്ള എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എബിലിറ്റി നഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ അത്രയ്ക്കൊരു ബാഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലായിരുന്നു നിങ്ങൾ പാസ്റ്റിൽ. ഭയങ്കര കൺട്രോളിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആ ഒരു വ്യക്തി ഇത്രയും കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പുതിയ ആൾക്കാർ ഇവൻ ഫ്രണ്ട്സ് ആയാൽ പോലും നിങ്ങൾക്ക് ഇവർ നല്ലതാണോ അല്ലെങ്കിൽ അല്ല എന്ന് വെച്ചാൽ അത്രയ്ക്ക് മറ്റൊരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ മൈൻഡ് ഡൗൺ ആയിപ്പോയി. അതുകൊണ്ട് ആ ഒരു ഫീലിംഗ് വരുന്നത്. ഓക്കെ, പിന്നെ പുതിയ ഗോൾസ്, പുതിയ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, പുതിയ എന്താ പറയുക പുതിയ പ്ലാനുകൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് അല്ല ലവ് റീഡിങ് അല്ലാതെ ഞാൻ ജനറൽ ആയിട്ട് പറയുവാണ്. പുതിയ പുതിയ കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ കുറേയൊക്കെ നിങ്ങൾ പഴയ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ ഓർത്ത് കുറേ ഇപ്പോൾ കരിയറിലാണെങ്കിൽ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകാതെ നിങ്ങളുള്ള ജോലി എങ്ങനെയെങ്കിലും ഇങ്ങനെ ചെയ്തു പോകുക അങ്ങനെയൊക്കെയാണ് കാണുന്നത്. പക്ഷെ അങ്ങനെ അല്ലാതെ പുതിയ പുതിയ പ്ലാൻസ് ഉണ്ടാക്കുക, പുതിയ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക, നല്ല ജോലിക്കായിട്ട് ശ്രമിക്കുക, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ പുതിയ രീതിയിൽ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ ഒന്ന് മാറ്റി എഴുതുക. ഓക്കെ, ഗോൾസും പ്ലാൻസും ഒക്കെ അച്ചീവ് ചെയ്യാനുള്ള നല്ല ടൈമാണ്, അതിന് വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ 2 of wands reversed.
ഈ ഒരു വ്യക്തി ഒരു നല്ല പൈസ ഉള്ള അല്ലെങ്കിൽ നല്ല ഫിനാൻഷ്യലി ഭയങ്കര വെൽ ഓഫ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. ഓക്കെ, സോ അവർ നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റ്സും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ ഷവർ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ്സ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ് തരിക, നിങ്ങളെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുക വെച്ചാൽ അങ്ങനത്തെ ഒരു വ്യക്തിയായിരിക്കും. പിന്നെ ഇവിടെ ഒരു സ്പോർട്സ് എനിക്ക് കാണുന്നത്, നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ ഒരു അത്ലറ്റ് ആയിരിക്കും. ഓക്കെ, സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കരമായിട്ട് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. റീഡിങ് സമ്മപ്പ് ചെയ്യുവാണെങ്കിൽ ഇതൊരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സ് എന്താണ് പറയുന്നത്, നിങ്ങൾക്ക് ഇതിന് പോകണോ, ഈ ഒരു വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പ് ആവണം എന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ഇറ്റ്. അല്ല, നിങ്ങൾക്കത് വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ ഓക്കെ ഫൈൻ. പക്ഷേ ഇതൊരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ആയിരിക്കും. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് എന്താ പറയുക തയ്യാറല്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് റെഡി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കാം. ബിക്കോസ് അത്രയ്ക്കൊരു പോസിറ്റീവ് പേഴ്സൺ ആയിട്ടാണ് ഈ ഒരു റീഡിങ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു വ്യക്തി ഇപ്പം നിങ്ങളെ പ്രപ്പോസ് ചെയ്യുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ട് അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ എനിക്ക് മനസ്സിലാകും. ഓക്കെ, എത്ര പേർക്ക് ഇത് റെസൊണേറ്റ് ചെയ്തിട്ടുണ്ടെന്നും അത് കമൻറ്റ് ചെയ്യുക. റെസൊണേറ്റ് ചെയ്തില്ലെങ്കിലും ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.